ഒന്ന് കേട്ടു. നിരഞ്ജൻ സാറ് എനിക്ക് കാശ് തരാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അണ്ണനെതിരെ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. കേട്ടല്ലോ. ഇതും വിശ്വാസമില്ലെങ്കിൽ അവളുടെ നമ്പർ ഞാൻ തരാം. വിളിച്ചോദിക്ക്. അപ്പം മനസ്സിലാവും ആര് പറയുന്ന സത്യമെന്ന്. എനിക്കിപ്പോൾ പൊന്നുമണിയെ ചതിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇഷ്ടം കൊണ്ടാ ഞാൻ പൊന്നുമണിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ കല്യാണം നടക്കരുതെന്ന് നിരഞ്ജന നിർബന്ധമുണ്ടായിരുന്നു. എനിക്കെതിരെ പലതും പറഞ്ഞു നോക്കി. അതൊന്നും പൊന്നുമണി വിശ്വസിച്ചില്ല. അപ്പോഴാ ഇങ്ങനെ ഒരു നുണയിറക്കിയത്. ദേവി, ഇത് ഞാൻ പറയുന്ന വിശ്വസിക്കണം. ഞാൻ ഒരിക്കലും പൊന്നുമണിയെ ചതിച്ചിട്ടില്ല, ഇനി ചതിക്കുകയില്ല. അവൻ പോയോ? പോയി. എന്താ അവൻ പറഞ്ഞത്? എല്ലാരും കൂടി എന്നെ ചതിക്കുമായിരുന്നു അല്ലേ? മാഷേട്ടിന് ഞാൻ ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ പെണ്ണിനെ ഇറക്കിയത് മാഷേട്ടനല്ലേ? പോലീസിനെ സ്വാധീനിച്ചല്ലേ കല്യാണ ദിവസം ശരവണൻ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്? ഒരിക്കലുമില്ല. ശരവണിന് വേറെ ഭാര്യയുണ്ട്. ഞാനത് വിശ്വസിക്കില്ല. സത്യം എന്താണെന്ന് ശരവണൻ എന്നോട് പറഞ്ഞു. എനിക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. മണ്ടത്തരം പറയല്ലേ. അവനൊരു നുണ പറഞ്ഞെന്ന് കരുതി അത് വിശ്വസിക്കാൻ മാത്രം വിട്ടിയാണോ നീ? അതെ, ഞാൻ വിട്ടിയ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പറയുന്നത് മുഴുവൻ തൊണ്ട തൊടാതെ ഞാൻ വിഴുങ്ങിയത്. ഇനി എന്നെ അതിന് കിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് തിരുത്താൻ പോവുക. അവന്റെ വാക്ക് കേട്ട് വീണ്ടും നീ നശിക്കാൻ പോവാണോ? ഞാൻ നശിച്ച നിങ്ങൾക്കെന്താ? നീ എനിക്ക് എന്റെ മോളെ പോലെയാ മോളെ. എന്നിട്ട് പ്രവൃത്തിയിൽ അതൊന്നും കാണുന്നില്ലല്ലോ. എന്റെ ജീവിതത്തില് ഒരു നന്മ ഉണ്ടാവരുത്, അത് മാത്രം നിങ്ങളുടെയൊക്കെ ലക്ഷ്യം. ഇനി എന്നെ പറ്റിക്കാന്ന് ആരും വിചാരിക്കണ്ട. മോളെ, നിരഞ്ജൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാ. നിനക്ക് ദോഷം വരുന്ന ഒന്നും അവൻ ചെയ്യില്ല. മതി ചെയ്തത്. ഇത്രയും കാലം സഹായിച്ചല്ലോ, അതിന് നന്ദി. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. ഞാനത് ചെയ്തോളാം. പൊന്നു, മുത്തശ്ശി, ഇതല്ലേ മുത്തശ്ശിക്ക് കഴിക്കാനുള്ള മരുന്ന്? അതെ. ഇതെങ്ങനെ മോക്കറിയാം? അതൊക്കെ അറിയാം. മുത്തശ്ശി കഴിക്കും. എന്റെ നിത്യമോള ഇതൊക്കെ കൃത്യമായിട്ട് എടുത്ത് തന്നോണ്ടിരുന്നേ. നിത്യമോള് തരുന്നു തന്നെ കരുതിയാ മതി. സത്യം പറയാലോ, മോളിവിടെ ഉള്ളതാ ഇപ്പൊ ഒരാശ്വാസം. മോള് സംസാരിക്കുമ്പോ എന്റെ നിത്യമോള് സംസാരിക്കുന്നത് പോലെയാ. നീ ചിരിക്കുമ്പോ നിത്യ ചിരിക്കുന്നത് പോലെ. നിത്യമോള് മരിച്ചു എന്ന് തന്നെ ചില നേരത്ത് മറന്നു പോവും. എനിക്കും അതിൽ സന്തോഷമുള്ളൂ മുത്തശ്ശി. ഞാൻ കാരണം ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നുണ്ടല്ലോ. ആ, കൊച്ചിന്റെ കല്യാണം നിശ്ചയിച്ചതായിരുന്നു. അത് നടന്നിരുന്നെങ്കിൽ അവക്കിപ്പൊ ഇങ്ങനൊരു അവസ്ഥ വരില്ലായിരുന്നു. കല്യാണം നടക്കില്ലായിരുന്നു മുത്തശ്ശി. നിത്യക്ക് ഇഷ്ടമായിരുന്നില്ലല്ലോ ശരത്തിന്. ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു മോളെ. പിന്നെ പിന്നെ ആ ഇഷ്ടം അങ്ങ് കുറയാൻ തുടങ്ങി. അങ്ങനെയല്ല മുത്തശ്ശി, ആദ്യമൊക്കെ നിത്യക്ക് ശരത്തിനെ ഇഷ്ടമായിരുന്നു. നിത്യ കിടപ്പിലായിരുന്നില്ലേ കുറെ കാലം. അപ്പം മുതൽ നിത്യക്ക് ശരത്തിനെ ഇഷ്ടമല്ല. ശരത്ത് കാരണോ അങ്ങനൊരവസ്ഥ അന്ന് നിത്യക്ക് വന്നത്. അയ്യോ, ഇതൊക്കെ എങ്ങനെ മോക്കറിയാം?
എനിക്കെല്ലാം അറിയാം മുത്തശ്ശി. ഓ, ദേവിക പറഞ്ഞു തന്നു കാണുമല്ലേ. അവള് പറയുന്നത് മുഴുവൻ അങ്ങ് വിശ്വസിക്കണ്ട. ഒക്കെ പണ്ടേ ശരത്തിനെ ഇഷ്ടമല്ല. ശരത്ത് ശരിയല്ല മുത്തശ്ശി. അതുകൊണ്ടാ ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്തത്, നിത്യ ഇഷ്ടപ്പെടാതിരുന്നത്. നിങ്ങൾ രണ്ടാൾക്കൊഴിച്ച് വേറെ ആർക്കും അയാളെ കണ്ടൂടെ മുത്തശ്ശി? പതുക്കെ, അവൻ കേക്കണ്ട. കേട്ടാലെന്താ, എനിക്ക് പേടിയൊന്നുമില്ല ശരത്തിനെ. എന്നോട് കോർക്കാൻ വന്നാലേ അയാളെ വിവരം അറിയും. നിത്യ അല്ല ഞാൻ, അതയാൾ മനസ്സിലാക്കും. ഒന്ന് നിന്ന്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല അറിവാണല്ലോ. ഓഹോ, ദേവിയായിരിക്കും ഗുരു. ആരായാലും ശരത്തിനെന്താ? എല്ലാരും പ്രിയെ നിത്യായിട്ടാ കാണുന്നത്. ഞാനും അങ്ങനെയൊക്കെ കണ്ടാൽ എന്താന്നാ വിചാരിക്കുന്നത്. നിത്യ കല്യാണം കഴിക്കുമെന്നായിരുന്നു എന്റെ പ്ലാൻ. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്നോട് മോശമായിട്ടെങ്ങാനും പെരുമാറിയ എന്റെ സ്വഭാവം മാറും. നിത്യയ്ക്ക് പലതും നോക്കണമായിരുന്നു, എനിക്കങ്ങനെ വേണ്ടെന്നറിയാലോ. അതുകൊണ്ട് ഒരല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാ എപ്പോഴും നല്ലത്, നമുക്ക് രണ്ടാൾക്കും. അവള് പറയുന്നത് മുഴുവനും വിശ്വസിച്ച് എന്റെ നേരെ പടക്കി വന്നാ അനുഭവിക്കേണ്ടി വരും. ഓഹോ, നിത്യയ്ക്കുണ്ടായ അതേ അനുഭവം എനിക്കുണ്ടാവുമെന്നാണോ ഭീഷണി? അതോ റൂബിക്കുണ്ടായ അനുഭവം? നീ എന്തൊക്കെയാ പറയുന്നേ? ഏത് റൂബി? നിങ്ങൾക്കറിയില്ലേ? SI റൂബിയെ നിങ്ങൾക്കറിയില്ലേ? വിഷം കൊടുത്ത് കൊന്ന റൂബിയെ ഇത്ര പെട്ടെന്ന് മറന്നോ? ആര് വിഷം കൊടുത്തു കൊന്നു? വിഷം അകത്ത് എന്നാ മരിച്ചത്, അതും സ്വയം കഴിച്ചതാ. ആത്മഹത്യയായിരുന്നു. അവരിവരും പറയുന്നിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടല്ലോ. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. എനിക്കറിയാം, നന്നായിട്ടറിയാം. എന്താ എന്താ രണ്ടുപേരും കൂടി വഴിതടയൽ സമരമാണോ? എന്താ ശരത്തെ, എന്താ നീ പ്രിയോട് സംസാരിച്ചേ? വരുന്നവരോടും പോകുന്നവരോടും എല്ലാം എനിക്കെതിരെ പറഞ്ഞു കൊടുത്തോണം. എന്നിട്ട് അത് അതേപടി വിശ്വസിച്ചോളാൻ വേറെ ചിലരും. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഓ, എടുത്തോ. എന്നിട്ടത് നടപ്പാക്കാനും ശ്രമിക്കും. ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സമയാവുമ്പോ ഓരോന്നും പുറത്ത് വന്നോളും. അതുവരെ ദയവ് ചെയ്ത് നീ ഒന്ന് കാക്കണം.